ഹായ് ഫ്രണ്ട്സ്, കുക്ക് ഫോർ ലൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ബീഫ് കട്ട്ലേറ്റ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പായി വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ട്ടാ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് ബീഫാണ്. ഞാനിവിടെ 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് വൃത്തിയായി കഴുകി 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 5-6 വിസിലിൽ ബീഫ് നന്നായി വേവിച്ചെടുക്കണം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നമുക്ക് വൃത്തിയായി കഴുകി 2 സൈഡും ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞ് കുക്കറിൽ വേവിച്ചെടുക്കാം. പൊട്ടറ്റോ വേവുമ്പോഴേക്കും ലൈക്ക് അടിക്കാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കിട്ടാ. പൊട്ടറ്റോ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പൊട്ടറ്റോ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 സവാളയും 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ്. ഇതൊന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുക്കിംഗ് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 3 ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വലിയ ജീരകം പൊടിച്ചത്, അതായത് പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മൾ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 പീസ് ബ്രെഡ് എടുത്ത് ഒന്ന് ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഓരോന്നായി എടുത്ത് ബീറ്റ് ചെയ്ത എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ഒരു സൈഡ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതേപോലെ മറു സൈഡും ഗോൾഡൻ കളർ ആകുമ്പോൾ കോരിയെടുക്കാം. നമ്മുടെ അടിപൊളി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.